ഹായ്. ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു ആരംഭം എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ് ഡബ്ബിങ്ങിലും തെലുങ്കിന് പുറമെ അവൈലബിൾ ആണ്. ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് മിഖിലൻ എന്നുള്ളതാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ആൾ കാലഘട്ടിയിൽ എന്ന് പറയുന്ന പ്ലേസിലെ ജയിലിനുള്ളിലാണ്. അദ്ദേഹം ചെയ്ത ക്രൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ പോലീസ് അധികാരികൾ നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ലോക്കപ്പിനുള്ളിലില്ല. അതും അദ്ദേഹം ഒന്നും തന്നെ ബ്രേക്ക് ചെയ്തതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ലോക്കപ്പ് കുത്തി തുറന്നോ അല്ലെങ്കിൽ ഭിത്തി വല്ലതും തുറന്നോ ഒന്നുമല്ല അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എസ്കേപ്പ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് രണ്ട് ഡിറ്റക്റ്റീവ്സ് എത്തുകയാണ്. ചൈതന്യ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ മാധവ് എന്ന് പറയുന്ന രണ്ട് ഡിറ്റക്റ്റീവ്സ്. എന്തായാലും അവർ വന്നിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോൺ ലീനിയറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യമേ പറയേണ്ടത് ചിത്രത്തിനുള്ളിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് സ്റ്റോറി ബേസിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സസ്പെൻസ്ഫുള്ളാണ്. അതിനുള്ളിൽ സയൻസ് ഫിക്ഷൻ എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സിനിമകളിലൂടെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത റെയർ ആയിട്ടൊക്കെ കൊണ്ടുവെക്കുന്ന രീതിയിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിലുണ്ടായിരുന്നു. സോ കുറച്ചൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, കുറച്ച് സസ്പെൻസ്ഫുൾ ആയിരുന്നു സിനിമ, അല്ലെങ്കിൽ കഥയിലൂടെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടായിരുന്നു സിനിമയിലൂടെ എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം എല്ലാവരും തന്നെ നീറ്റായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് മിഥിൽ എന്ന് പറയുന്ന ഒരു ഹീറോ ക്യാരക്ടറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മോഹൻ ഭഗത് എന്ന് പറയുന്ന ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയണം. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു പ്രൊഫസർ ക്യാരക്ടറുണ്ട്. ഭൂഷൺ എന്ന് പറയുന്ന ആളാണ് ആ ഒരു പ്രൊഫസർ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ ഈ രണ്ട് ഡിറ്റക്റ്റീവ്സ് ആകട്ടെ, അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ അകത്തൊരു അമ്മ മകൻ ബന്ധം, ഒരു ഇമോഷണൽ ബോണ്ടിങ് ശരിക്കും സിനിമയ്ക്കുള്ളിലൂടെ നടത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ ആ ഒരു അമ്മ ക്യാരക്ടറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സുരഭി പ്രഭാവതി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമായിട്ട് ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ പ്രകടനം കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കും. ഇൻക്ലൂഡ് നമ്മുടെ നായിക ഉൾപ്പെടെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കലി വരുമ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്കിനെ പറ്റി പറയണം, നൈസായിട്ട് തന്നെയാണ് എഡിറ്ററും ഈ ഒരു സിനിമയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള മ്യൂസിക് വർക്ക്, BGM വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഒരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. പെർഫോമൻസ് വൈസിൽ സിനിമ അത്യാവശ്യം ഓക്കെയാണ്. ടെക്നിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഓക്കെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ്, മ്യൂസിക് വർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമയിലൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന സിനിമയുടെ തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു, സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ ഒരു സസ്പെൻസ് ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് അത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ സൃഷ്ടിക്കുന്ന രീതിയിൽ എഴുത്തിലൂടെ, തിരക്കഥയിലൂടെ കൊണ്ടുവരാൻ സാധിക്കാത്ത പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ലൊരു ഇമോഷൻ ടോട്ടാലിറ്റിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതും അത്രത്തോളം എഫക്റ്റീവായിട്ട് തിരക്കഥയിലൂടെ നിന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു രണ്ട് കാര്യങ്ങൾ തിരക്കഥയിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കി എഴുതുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സംതൃപ്തികരമായ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാൽ കൂടിയും വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഒരു വെറൈറ്റി സിനിമ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ, വലിയ മാരക സിനിമയെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. സോ ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6.5. സിനിമയ്ക്കുള്ളിൽ കാര്യമായിട്ട് അഡൽ കണ്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.